തലയണം മന്ത്രം എന്നും ഉർവശി ചേച്ചി എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്ന ഒരു സിനിമ. അത് അഭിനയിക്കുമ്പോൾ ചേച്ചിക്ക് 21 വയസ്സേ ഉള്ളൂ. അതെ, 20 വയസ്സ്. 20 വയസ്സ്. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് ചേച്ചി ഒരു കുശുമ്പി ഒരു മകളുടെ അമ്മയും കൂടെ ആയിട്ടാണ്, എങ്ങനെയാണ് ചേച്ചി ആ സമയത്തൊക്കെ അത്ര കുഞ്ഞു പ്രായം? അതെല്ലാം ഡയറക്ടറുടെ വിശ്വാസം. ആ ഡയറക്ടറുടെ സിനിമയിൽ പോയാൽ എനിക്ക് എന്നെ അറിയാം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്നെ അവർക്കറിയാം, ഞാൻ എന്ത് പെർഫോം ചെയ്യും. അത്തരം ഡയറക്ടേഴ്സിന്റെ സിനിമ വർക്ക് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു നമ്മുടെ മനസ്സിന്റെ സമാധാനവും സന്തോഷവും, നമ്മൾ എന്ത് ചെയ്താലും അതിനെ കറക്റ്റായിട്ട് അത് ആ രീതിക്ക് വരാൻ അവർക്കറിയാമല്ലോ. കരിമണിമാല കാണുമ്പം മലയാളി പെണ്ണുങ്ങൾ ആ ഡയലോഗ് ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത്രയും സ്വാഭാവികമായിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചേച്ചി ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ നോക്കുമ്പോൾ അത്രയും ചെറിയ 20 വയസ്സിൽ അത്രയും വലിയൊരു കഥാപാത്രമൊക്കെ അഭിനയിച്ച് ഇപ്പോഴും ഓർമ്മയില്ലോ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആലോചിക്കുമ്പം നമുക്ക് ആ അത്ഭുതം തോന്നും. ആ ഏജൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്ന് അപ്പോഴേക്കും കുറെ സിനിമകളായല്ലോ. ഞാൻ കമൽ സാറുമായിട്ട് ഒരുപാട് അടുപ്പമുണ്ട്. രജനി സാറുമായിട്ട് നായകനായിട്ടൊരു സിനിമ വന്നിട്ടില്ല അല്ലേ? എല്ലാവരും എനിക്കൊന്നും അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു തോന്നുന്നു. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് എപ്പോഴും ഓഡിയൻസ് ചോദിക്കുന്ന ചോദ്യം ചെല്ലുമ്പം കമൽ സാറിന്റെ കൂടെ അഭിനയിച്ചു, ഇനി എപ്പോഴാണ് രജനി സാറിന്റെ കൂടെ? രജനി സാറിന്റെ കൂടെ പല സിനിമകളും വന്ന് അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയതാണ്. കാരണം കുറച്ച് സോങ്സും കുറച്ച് ഗ്ലാമറസ് സംഗതികളൊക്കെ കുറച്ച് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. ബിഗിനിങ് സ്റ്റേജിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളായിട്ട് അഭിനയിക്കാനായിരുന്നു ആദ്യം ഒരു സിനിമ വന്നത്. നല്ലവനുക്ക് നല്ലവൻ എന്നും പറഞ്ഞൊരു സിനിമ വന്നു. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ 2 ഏജ് കാണിക്കുന്നുണ്ട്. രാധിക അദ്ദേഹമായിരുന്നു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ മകളായിട്ട്. അപ്പൊ പിന്നെ എല്ലാവരും പറഞ്ഞില്ല ജോഡിയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, പിന്നെ മകളായാൽ അങ്ങനെ ഒരു സംഗതിയുണ്ട് തമിഴില്. പിന്നെ പല പടങ്ങളും അങ്ങനെ മാറിപ്പോകുമായിരുന്നു യാദൃച്ഛമായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റ് ലാംഗ്വേജുകളിലായി നേരെ ഇങ്ങോട്ടായി. മൈക്കിൾ മേന കാമരാജൻ ചെയ്യുമ്പോഴും കമൽ സാറിൻ്റെ കൂടെ ഞാൻ മലയാളത്തിൽ നിന്ന് ചെയ്തത്. അതൊക്കെ എന്തൊരു സിനിമയാണ് ചേച്ചി. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ബാക്കിയുണ്ടെങ്കിലും ചേച്ചിക്ക് സമയം വളരെ കുറവാണ്. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിലും ഉർവശിയായിട്ട് തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുക? എൻ്റെ കുടുംബം എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. മറ്റുള്ളതൊക്കെ എങ്ങനെയായാലും, കാരണം ഒരു ആർട്ടിസ്റ്റ് കലാകാരിയാകാൻ 1000-ൽ 1 ജന്മത്തെ സാധിക്കുള്ളൂ എന്നാണ്. നമ്മളെ സ്വയം പരിചയപ്പെടുത്താതെ നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ ആൾക്കാരുണ്ടാവുന്നൊരു ജന്മം കിട്ടാൻ വലിയ പ്രയാസമാണ്. എങ്കിലും കലാകാരിയായിട്ട് തന്നെ ജനിച്ചാൽ വലിയ സന്തോഷം.